മക്കളെ, അപ്പോൾ SSLC എക്സാമിനേഷനും +2 എക്സാമിനേഷനും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 അഭിനന്ദനങ്ങൾ. എല്ലാവരും നല്ല വിജയത്തിൽ ആഹ്ലാദിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ ഈ സമയത്ത് ഒരു 5 മിനിറ്റെങ്കിലും ഈ വീഡിയോ കാണാൻ ശ്രമിക്കണം. അപ്പൊ SSLC എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, SSLC എക്സാം കഴിഞ്ഞാൽ ഇനി എന്ത്, +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പെട്ടെന്ന് നമ്മളൊരു ഉത്തരം എടുക്കാതെ 1-2 ദിവസം ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഇപ്പൊ SSLC എക്സാമിനേഷൻ കഴിഞ്ഞു, നല്ല മാർക്കുകളൊക്കെ ഉണ്ട്. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എവിടൊക്കെ നമുക്ക് കിട്ടും എന്ന് ആദ്യം ചോദിച്ചറിയണം. 2, ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്താണ് എന്ന് ഒരു കുട്ടി നിർബന്ധമായിട്ടും ആ പാരന്റ്സും കുട്ടിയും അറിയണം. 2, ഓരോ സ്ട്രീമിനെ കുറിച്ചും അറിയണം. എന്താണ് കൊമേഴ്സ്, എന്താണ് ഹ്യൂമാനിറ്റീസ്, എന്താണ് സയൻസ്, ഇതിന് സ്കോപ്പുകൾ എത്രയാണ്, ഇതെങ്ങനെ പഠിക്കണം, നമ്മുടെ കുട്ടി ഈ കാലിബർ വെച്ചിട്ട് അത് ഓവർകം ചെയ്യോ പഠിച്ചെടുക്കോ എന്നൊരു പാരന്റ്സ് നിർബന്ധമായിട്ടും അറിയണം. അത് അറിയുന്ന ആളോട് ചോദിച്ച് 1-2-3 ദിവസം എടുത്ത് അതൊക്കെ പ്ലാൻ ചെയ്താൽ മതി. SSLC കഴിഞ്ഞവർ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് കുട്ടികളെ നമ്മൾ എല്ലാ ബേർഡൻസും തലയിൽ വെച്ച് കൊടുക്കരുത്. കുട്ടിക്ക് അത് ബേർഡനായി മാറുകയും പഠിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോവുകയും ചെയ്യും. ഇനി ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്വന്തം കുഞ്ഞാണ് ഒരു ഫാമിലി ഏറ്റവും വലിയ അസറ്റ്, ഫാമിലിയിലെ ഏറ്റവും വലിയ അസറ്റ്, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ തന്നെ, നമ്മുടെ സൊസൈറ്റിയിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് ആ കുട്ടിയാണ്. അല്ലാതെ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ പണമോ നമ്മുടെ സ്ഥലമോ ഒന്നുമല്ല. ആ കുടുംബത്തിലെ ഏറ്റവും വലിയ അസറ്റ് ആ കുട്ടിയാണെന്ന് ആ പാരന്റ്സ് മനസ്സിലാക്കി കുട്ടിക്ക് വേണ്ടി കുറഞ്ഞ സമയം ചെലവഴിക്കണം ഈ ഒരു സമയത്ത്. കാരണം ടേണിംഗ് പോയിന്റ് ആണ് അവരുടെ. ആ കുട്ടി എങ്ങോട്ടേക്ക് തിരിയണം എന്നുള്ള ടേണിംഗ് പോയിന്റ് ആണ്, ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഈ 2 സ്ട്രീം. ഒന്ന് SSLCയും 2 +2. അതിൽ ചെറിയൊരു ടേണിംഗ് പോയിന്റ് SSLC ആണ്, പിന്നെ +2. പക്ഷെ SSLCയിൽ ആ ടേണിംഗ് പോയിന്റ് വൃത്തിയാൽ മാത്രമേ നമ്മളെ +2യിലേക്ക് നമുക്ക് കുട്ടിക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടിയുടെ പാഷൻ, കുട്ടിയുടെ കാലിബർ, അതുപോലെ തന്നെ കുട്ടിയുടെ കപ്പാസിറ്റി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ. അപ്പൊ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, +2 കഴിഞ്ഞ കുട്ടികളുണ്ട് ഈ വീഡിയോ കാണുന്ന. +2 കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യണം, ഏത് കോഴ്സിന് പോകണം, ആ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ, എത്ര ടൈപ്പ് കോഴ്സുകളുണ്ട്, എന്താ പാരാമെഡിക്കൽ കോഴ്സ്, ഇതൊക്കെ വൃത്തിയായി പഠിക്കണം. ആരെങ്കിലും കരിയർ ഗൈഡൻസിൽ ആളുകൾ പറഞ്ഞു കേട്ട് പെട്ടെന്ന് എടുത്തു ചാടരുത്. ഓരോന്നിനെ കുറിച്ചും പഠിച്ചിട്ട് അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അതിന് സ്കോപ്പുകൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതിനുശേഷം മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ +2 കഴിഞ്ഞ കുട്ടികൾക്കും അത് കഴിഞ്ഞ് SSLC കഴിഞ്ഞ കുട്ടികൾക്കും അവരുടെ കോഴ്സിനെ കുറിച്ചും എടുക്കാൻ ചാൻസ് ഉള്ളതിനെ കുറിച്ചും പറഞ്ഞു തരാം. അപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ശരിക്കും ശ്രദ്ധിക്കണം, +2 കഴിഞ്ഞ കുട്ടിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ആണ് നിങ്ങളെങ്കിൽ, +2 കഴിഞ്ഞ കുട്ടികൾക്ക് പാരാമെഡിക്കൽ കോഴ്സിനും നഴ്സിംഗിനും വേണ്ടിയുള്ള LBS എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കണം. LBSൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, എപ്പോഴാണ് LBS വിളിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയണം. 2, ഓരോ ഡിഗ്രി കോഴ്സിനെ കുറിച്ചും അറിയണം. 3, ഏതൊക്കെ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട് എന്നറിയണം. അത് കുട്ടിയുടെ മാർക്ക് അനുസരിച്ചും അവരുടെ പാഷൻ അനുസരിച്ചും അവരുടെ അതുപോലെ കാലിബർ അനുസരിച്ചുമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോസ് വിടും. അപ്പൊ ഞാൻ ഇപ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു ജാമ്യം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, +2 കഴിഞ്ഞ കുട്ടികളെയും SSLC കഴിഞ്ഞ കുട്ടികളെയും റാഞ്ചാൻ വേണ്ടി, അവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ട്രാപ്പിലാക്കാൻ വേണ്ടി പല ആളുകളും നെട്ടോട്ടം ഓടുന്ന ഒരു സമയമാണിത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വ്യക്തമായൊരു തെളിവും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നടന്നു അല്ലെ, എല്ലാവർക്കും അറിയാം. May 3-നാണ് നടന്നത്. ആ May 3-ന് എക്സാംസ് നടന്ന് ഒരുപാട് വർഷങ്ങളുടെ കുട്ടിയുടെ പ്രയത്നമാണ് ആ May 3-ന് നടന്ന എക്സാംസ് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. ഒരുപാട് പൈസ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അത്രയും എക്സാംസ് എഴുതിയ കുട്ടികളുടെ ക്യാൻസലേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അവരൊരു വർഷം 2 വർഷം 3 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്കാണ് അത്രയും സങ്കടപരമായ ഒരവസ്ഥ ഉണ്ടായത്. അതിനുശേഷം NTA തന്നെ പറഞ്ഞു ഈ എക്സാംസ് മാറ്റി നടത്താം. ജൂണിലേക്ക് മാറ്റിയില്ല, 21-ലേക്ക് മാറ്റി. എക്സാംസ് മാറ്റി നടത്താമെന്ന് NTA പറഞ്ഞു. കുട്ടികൾക്ക് വീണ്ടും ആ എക്സാംസ് 1 മാസം കഴിഞ്ഞ് വീണ്ടും വരികയാണ്.
അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജൂൺ 21 നടത്തുന്ന എക്സാംസിന് കുട്ടികളോട് പറഞ്ഞു ഫീസ് അടക്കണ്ട. ഈ എക്സാമിന്, രണ്ടാമത്തെ എക്സാമിന് ഫീസ് അടക്കണ്ട. 1700 1800 രൂപ ഫീസ് അടക്കണ്ട. മാത്രമല്ല ആദ്യം 3-ാം തീയതി എക്സാംസിന്റെ ഫീസ് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും അവർ അക്കൗണ്ടിലേക്ക് എന്നവർ പറഞ്ഞു. ഇപ്പൊ സന്തോഷിക്കാനുള്ള ഒരു വകുപ്പായി. എന്താണ്, കൊടുത്ത പൈസ തിരിച്ചു തരികയും ചെയ്യുക, ഈ എക്സാമിന് അപ്ലൈ കൊടുക്കുകയും വേണ്ട. കുറച്ചൊരു സന്തോഷം ഉണ്ടാവും, എന്നാലും മറ്റു വലിയൊരു ദുഃഖത്തിന് ഈ ഒരു സന്തോഷം ഒന്നും ആവില്ല. പക്ഷെ അതല്ല അവിടെ വിഷയം. ഈ 3-ാം തീയതി കഴിഞ്ഞ എക്സാമിന്റെ ക്യാൻസലേഷൻ നടന്ന പൈസ അവർ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞു എന്ത് ചെയ്യണം, നിങ്ങൾ അവരുടെ NTA സൈറ്റിൽ കയറുക. NTA സൈറ്റിൽ കയറിയിട്ട് അവർ ഒരു പാസ്വേഡൊക്കെ വെച്ച് ലോഗിൻ ചെയ്തിട്ട് റീഫണ്ടിനുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ അപ്ലൈ ചെയ്ത് ആ കുട്ടിയുടെ പേര്, ബാങ്കിന്റെ IFSC നമ്പർ, അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച്, ബാങ്ക്, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ റീഫണ്ട് ചെയ്യാമെന്ന് NTA പറഞ്ഞു. നല്ല കാര്യമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ റീഫണ്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇന്നലെയും മെനിയാന്നുമായിട്ട് 3-4 കുട്ടികൾക്ക് അവരിതൊക്കെ മോളെല്ലാം അപ്ലൈ ചെയ്യാൻ നോക്കിയ സമയത്ത് ആ ലിങ്കിൽ, കോട്ടയത്തും എറണാകുളത്തുള്ള കുട്ടിയുടെ ആ ലിങ്കിൽ ആ കുട്ടിയുടെ പേരും അക്കൗണ്ട് നമ്പറും കൊടുക്കാൻ സമയത്ത് വേറെ സംസ്ഥാനത്തുള്ള ആളുടെ പേരും അക്കൗണ്ട് നമ്പറും IFSC നമ്പറും. അപ്പൊ ഈ കുട്ടിയുടെ പൈസ എങ്ങോട്ടാ പോകുന്നത്, വേറെ ആൾ അക്കൗണ്ടിലേക്കാ. അപ്പൊ 24 ലക്ഷം 25 ലക്ഷം എക്സാംസ് ചെയ്ത കുട്ടികളുടെ റീഫണ്ട് പൈസ മൊത്തം മറ്റുള്ള ആളുകളിലേക്ക് പോകുമ്പോൾ അവർ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ടിലേക്ക് മറ്റുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുന്നത്? വേറെ ആളുകൾ എങ്ങനെയാണ് ഈ IFSC നമ്പറും അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ പേരും കൊടുത്ത് കയറുന്നത്? എങ്ങനെയാ? നിങ്ങളുടെ എല്ലാം ഡാറ്റാസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ ഹാക്ക് ചെയ്യുന്ന രൂപത്തിലേക്കും അത് വെച്ച് NTA സൈറ്റിലേക്കും കയറുന്ന രൂപത്തിലേക്കും ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടു. നമ്മുടെയൊക്കെ നമ്പർ പല ആൾക്കാരും വാങ്ങിച്ച് പല രീതിയിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കണം. ഓക്കെ, മാത്രമല്ല ഇന്നുണ്ട ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഒരു ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 2 ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അവസാനം ആ ആള് പ്രധാനമന്ത്രിയുടെ PMY അതുപോലെ തന്നെ PSMY എന്ന് പറഞ്ഞൊരു ഇൻഷൂർ കാർഡ് ഉണ്ട്. ഈ ഇൻഷൂർ കാർഡ് ഹോസ്പിറ്റലിൽ കൊടുത്ത സമയത്ത് പ്രധാനമന്ത്രിയുടെ ഇൻഷൂർ കാർഡ് RSBY എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഈ ഇൻഷൂർ കാർഡ് അപ്ലൈ ചെയ്തു വെച്ചു കൊടുത്ത് അതുപോലെ തന്നെ അവിടെ അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോൾ, അത് ഓപ്പൺ ചെയ്തപ്പോൾ ഈ കൊടുത്ത ആളുടെ പേര്, ഫോൺ നമ്പർ, OTP ഒക്കെ ഇയാളതാണ്. പക്ഷെ അതിനുള്ളിലുള്ള ആളുകൾ മറ്റുള്ള സ്റ്റേറ്റിലെ കുറച്ച് ആളുകളാ, ആരാന്ന് പോലും അറിയാത്ത ആളുകൾ. അപ്പൊ ഇതുവരെ ഹാക്ക് ചെയ്യാണ്, ഇതുവരെ ആളുകൾ കയറിക്കൂടാണ്. എങ്ങനെയാ? നമ്മൾ കൊടുക്കുന്ന പല കോണ്ടാക്റ്റും അതുപോലെ തന്നെ OTP വെച്ചിട്ടാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നിങ്ങളുടെ കോണ്ടാക്റ്റോ അഡ്രസ്സോ ഫോൺ നമ്പറോ അറിയുന്നവർക്ക് പോലും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ പേര് കൊടുത്തോ വീട് കൊടുത്തോ എല്ലാം കൊടുത്തോ, പക്ഷെ മറ്റുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കരുത്. കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ട്, കുട്ടിയെ ഞങ്ങൾ അനുമോദിക്കുകയാണ്, കുട്ടിയെ അങ്ങോട്ട് വിളിക്കുകയാണ്, കുട്ടിക്ക് എക്സാം ഉണ്ട്, കുട്ടിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, കുട്ടിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് പലരും വിളിക്കും. ഒരിക്കലും കോണ്ടാക്ട് കൊടുക്കണ്ട. ഒരു 30 രൂപന്റെ ട്രോഫിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നത്? എന്തിനാ അഡ്രസ്സ് കൊടുക്കുന്നത്? ഒരു 50 രൂപന്റെ ട്രോഫിക്ക് വേണ്ടി പലപ്പോഴും കൊടുക്കേണ്ടി വരും. ചെയ്യരുത്. ഇനി അഥവാ ചിലപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളുകളോ ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ആളുകളോ ഒക്കെ ചിലപ്പോൾ അനുമോദിക്കാം, നമ്പറും ഫോൺ നമ്പറൊക്കെ അവരൊക്കെ അവര് വേറെ ആൾക്ക് കൊടുക്കരുത്. കാരണം നമ്മുടെ നാട്ടിലുള്ള മക്കൾ നമ്മുടെ മക്കൾ തന്നെയാണ്. അത് വേറെ ആൾക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കരുത്. കാരണം ഈ കോണ്ടാക്ട് നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്താൽ ഒരു കുട്ടിയുടെ 30 രൂപ അല്ലെങ്കിൽ 20 രൂപ വരെ പൈസ കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു കോണ്ടാക്റ്റിന് 30 രൂപ, 30ഉം 20ഉം 50 രൂപ വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 200 കോണ്ടാക്റ്റും അതുപോലെ തന്നെ നമ്പേഴ്സും എൻ്റെ പേരും ഒരു +2 20 ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 20 × 30 അത്രയും പൈസ എനിക്ക് കിട്ടും. അത് വേറെ ആൾക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ആ ചെറിയ പൈസക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ വിൽക്കരുത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുക, അതിനുശേഷം മാത്രം തീരുമാനത്തിലേക്ക് പോവുക. അപ്പൊ ഈ വീഡിയോ വൃത്തിയായിട്ട് കണ്ട് മനസ്സിലാക്കി ബാക്കിയുള്ള വീഡിയോസും +2 കഴിഞ്ഞാൽ എന്ത്, അതുപോലെ SLC കഴിഞ്ഞാൽ എന്ത് എന്നൊക്കെ ഞാൻ പറയും. കാരണം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, കുട്ടിയാണ് നമ്മുടെ സമൂഹത്തിന്റെയും ഫാമിലിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് മനസ്സിലാക്കുക. SLCയും +2 കഴിഞ്ഞതാണ് ടേണിംഗ് പോയിന്റ് എന്ന് മനസ്സിലാക്കുക. വെറുതെ ഒരു ഇതിൽ പോയി നമ്മൾ ചാടരുത്, മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാം. താങ്ക് യു.